വെൽക്കം ടു ഡേയ്സ് ടോക്സ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറൊന്നുമില്ല. സത്യം പറയാലോ, കണ്ടൻറ്റ് ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോഴത്തെ ട്രെൻഡില്ലേ, വൈറലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് തെറി പറയണം, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ വൈറലാകൂ എന്നുള്ള ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണത്. എന്തോ എനിക്കതിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അത്തരം കണ്ടൻറ്റുകളിലേക്ക് കടക്കുന്നില്ല. എന്താ ഈ പലരും ചോദിക്കുന്നുണ്ട്, കണ്ടൻ്റ് ഒന്നും ഇല്ലെങ്കിൽ റിപ്ലൈ വീഡിയോസ് അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്തിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലേ? മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് അതിന് ഇത് ചെയ്യുക, റിവ്യൂ പറയാം. അതൊക്കെ എനിക്ക് അത്തരം വീഡിയോ അതൊന്നും താല്പര്യമില്ല. കാരണം അതൊരു നെഗറ്റീവ് തെറ്റായ ഒരു മെസ്സേജ് അല്ലേ സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യണത്. എന്താ പറയുക, ഈ നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വൈറലാകുള്ളൂ എന്നൊരു ചിന്ത സൊസൈറ്റിയിൽ ഇപ്പോൾ പിള്ളേർ സെറ്റാണെങ്കിൽ പോലും രണ്ട് തെറി പറയാം, അല്ലെങ്കിൽ എന്താ ആളുകൾ ചെയ്യുന്നതിന് ആളുകളെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റായ കാര്യങ്ങൾ മുന്നിൽ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കണ്ടന്റുകൾ ചെയ്ത് നല്ല വീഡിയോസ് ചെയ്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചും അപ്രിസിയേഷനൊക്കെ പിടിച്ചു പറ്റുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ആളുകളുമുണ്ട്. അപ്പം ഞാൻ അവരെയല്ല പറയുന്നത്, ഇതല്ലാതെ ചെയ്യുന്ന ആളുകളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, പൊതുവേ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്, എന്ത് ഫാമിലി മാറ്റർ ഉണ്ടെങ്കിലും അത് ഫേസ്ബുക്ക് ലൈവിൽ, ഇൻസ്റ്റ ലൈവിലോ അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലോ വന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും, ആളുകൾ ഇടപെടും. അത് ശരിക്കും തെറ്റായ ഒരു പ്രവണതയല്ലേ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു ചട്ടിങ്ങളായി തട്ടിമുട്ടിയിരിക്കണം എന്ന് പറയുന്ന പോലെ കുടുംബത്ത് ഒരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പബ്ലിക്കിൽ, മീഡിയയിൽ വന്ന് പറഞ്ഞാൽ മാത്രമേ ആ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം കാണൂ എന്നൊരു ചിന്താഗതി പല പെൺകുട്ടികൾക്കും ഉണ്ട്. ശരിക്കും അതൊരു തെറ്റായ ചിന്താഗതിയല്ലേ? നമ്മുടെയൊക്കെ ഫാമിലി ലൈഫിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പം നമ്മുടെ വീട്ടിൽ മുതിർന്നവർ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട തന്നെ നമ്മുടെ സ്വന്തം കുടുംബത്തിനകത്തല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ട ഫാമിലിയുള്ള മറ്റൊരുപാട് മുതിർന്നവർ കാണും. അല്ലെങ്കിൽ എന്തിന് ഇഷ്ടംപോലെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളും മതതലത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ സമീപിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ പറയും, അത് എന്താ പറയുന്നത്, സോർട്ട് ഔട്ട് ചെയ്യാൻ അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരുപാട് ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയൊന്നും അല്ല. ആളുകൾ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് 4 ആൾക്കാർ അറിയും, വൈറലാകും. പിന്നെ ചാനലിൽ കൂടെ ഇവിടുത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് ചാനലൊന്ന് വൈറലായി ക്ലിക്കായി കഴിയും, പിന്നെ ആ ചാനലിനെ മുൻനിർത്തി ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഇതൊരു ബ്രാൻഡിങ് എന്ന് പറയണ പോലെ ആണ് അവരിപ്പോൾ ഇതിനെ കാണുന്നത്. ഇപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട്, ആ പ്രൊഡക്റ്റ് ഞാനൊരു ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തെ കൊണ്ട് ബ്രാൻഡ് ചെയ്ത് ആ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുന്നതിനേക്കായും എന്താ പറയുന്നത്, എത്രയോ ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു നെഗറ്റീവ് കണ്ടന്റ്, ഒരു വൈറൽ കണ്ടന്റുമായിട്ട് ഞാൻ വന്നിട്ട് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വൈറലായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ക്ലിക്കായി, എൻ്റെ ചാനൽ ക്ലിക്കായി എൻ്റെ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് സാധനം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വെച്ചാലും അത് പോകും. ആ ഒരു ലെവലിലേക്ക് സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അത് ചിന്തിക്കണം, ആളുകൾ ചിന്തിക്കണം കുറച്ചുകൂടെ. എന്താ പറയുന്നത്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, മന്നം ചെയ്യാൻ കഴിവുള്ളവരല്ലേ? ചിന്തിച്ചു നോക്കൂ, എന്തിന് ഈ വിഡ്ഢിത്തരങ്ങളും ഈ പൊട്ടത്തരങ്ങളുടെയും പുറകെ പോകേണ്ട കാര്യമുണ്ടോ? അതുപോലെ ചാനലുകൾ, ന്യൂസ് മീഡിയ ചാനലുകൾ, യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോട്ടെ, വൻകിട ചാനലുകൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്ന എത്രയധികം വാർത്തകളുണ്ട്. ഇതൊന്നുമില്ലാതെ അവർ മൈക്കും തൂക്കി ക്യാമറയായിട്ട് ആരെങ്കിലും വൈറലായ ആളുകളുണ്ടെങ്കിൽ നേരെ അവരുടെ പുറകെ പോയിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, അർഹിക്കുന്ന വാർത്തകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം, അല്ലാതെ അർഹിക്കാത്ത വാർത്തകൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുത്തതിൻ്റെ പിറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. റീസെൻ്റ്ലി വന്ന ഗോപൻ സ്വാമി, അദ്ദേഹം ഒരു ഗൃഹസ്ഥനായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. കാരണം ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിച്ച ആളാണ്. പുള്ളിക്ക് ആധ്യാത്മികത ഉണ്ടായിരിക്കാം, ആധ്യാത്മികതയിലേക്ക് പുള്ളി തിരിഞ്ഞു നടന്നിരിക്കാം, പുള്ളിക്ക് സമാധിയാകണമെന്ന് പുള്ളിയുടെ ഉള്ളിൽ ആഗ്രഹമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞ് അവരത് നിറവേറ്റി. ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത് ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയം സംസ്ഥാനതലവും കടന്നു, ആഭ്യന്തരതലവും കടന്നു, മഹാകുംഭമേളയിൽ നിന്ന് പോലും അത് സ്കിപ്പ് ചെയ്ത്
സന്യാസിമാർ ഇവിടെ എത്തി വെറുമൊരു സമാധി ഒരു മഹാസമാധിയാക്കി മാറ്റിയ ഒരു വലിയ ബ്രാൻഡിങ്ങാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ബ്രാൻഡിങ്ങിന് 10 പൈസ ചെലവില്ലാതെ ഒരു മഹാസമാധിയായിട്ട് നടത്തി കൊടുത്തത് ആരാണ്? നമ്മുടെ മാധ്യമങ്ങളാണ് അല്ലേ? ചിന്തിക്കണം. ആവശ്യമുള്ള കാര്യങ്ങളിൽ ആവശ്യമുള്ള പോലെ ഇടപെടണം. അല്ലാതെ എന്തിലും ഏതും ചാടിക്കേറി വലിച്ചു വാരിക്കേറി ഇട്ട് അലക്കി വെളുപ്പിച്ചെടുക്കുന്ന മാധ്യമങ്ങളുടെ ആ ഒരു രീതി മാറി ചിന്തിക്കണം. മാറി ചിന്തിക്കേണ്ട സമയമായി.